ഞാൻ വിശ്വസിക്കുന്ന ഈ നന്മ, ആർദ്രതയും മറ്റുള്ളവരോട് കാണിക്കുന്ന ചെറിയ അനുകമ്പയും ഒക്കെ പുലർത്തുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ അത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിലാണ്. ശ്രീ സാമുവൽ മേനയുടെ ജീവിതത്തിലൂടെ നമ്മൾ ഒക്കെ കുറച്ച് നിമിഷങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ വലിയൊരു പ്രശസ്തിക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ മതം മാറും, രാഷ്ട്രീയം മാറും, നമുക്ക് നിലനിൽപ്പിനായിട്ട് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കായിട്ട് നമ്മൾ പലതും മാറിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ ആൾക്കാർ ഉള്ള ഇടങ്ങളാണ് നമ്മൾ അന്വേഷിക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ ചെറിയ ജീവിതത്തിനെ തൻ്റെ ചിന്തകൾ ദിശാബോധത്തോടുകൂടി, പ്രത്യേകിച്ച് സാഹിത്യത്തിലൂടെ, ഇവിടെ ഇരിക്കുന്ന കുറച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ക്രിസ്ത്യൻ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്താണ് ഈ കലാരംഗങ്ങളെയൊക്കെ കുറച്ചെങ്കിലും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. കാരണം ഇതെന്തോ ഒരു തെറ്റാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു സാമുവൽ മേനയും അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഈ ചലച്ചിത്ര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ മോശമായ ഒരു ചിന്തകളാണ് എന്നുള്ള അത് ഇക്കാലത്ത് പോലും പുലർത്തുന്ന ഒരു ഘട്ടത്തിലാണ് 60കളിലും 70കളിലുമൊക്കെ അദ്ദേഹം അതിനുവേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിനെ ഓർപ്പിക്കുന്ന, അദ്ദേഹത്തിൻ്റെ സ്മരണകൾ പുലർത്തുന്ന, അദ്ദേഹം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്ന, പ്രത്യേകിച്ച് ചലച്ചിത്രരംഗത്ത് ആകണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഒരു വഴിയിലൂടെ അല്പമെങ്കിലും സഞ്ചരിക്കുവാൻ സാധിച്ച ഒരു ചെറിയ ചലച്ചിത്രകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ലഭിച്ച വലിയൊരു ബഹുമാനമായിട്ടാണ് ഞാൻ ഈ അവാർഡിനെ കാണുന്നത്. ഇതിന് എന്നെ തെരഞ്ഞെടുത്തത് മാക്സിയുടെയും സിൽവയുടെയും കൃപയുടെയും ഒക്കെ സാറ് നേരത്തെ പറഞ്ഞ പോലെ നന്മയുടെ, സ്നേഹത്തിൻ്റെ, പലപ്പോഴും നമുക്ക് ഒരാൾ നന്മ ചെയ്യുന്നത്, ഒരു സിനിമ ചെയ്തപ്പോൾ ആ സിനിമയ്ക്കകത്തുനിന്ന് എങ്ങനെയാണ് ഒരു ആത്മീയത കണ്ടെത്താൻ പറ്റുക, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു നന്മ എങ്ങനെ കണ്ടെത്താൻ കഴിയുക എന്ന് പറയുന്നത് നന്മയോടുകൂടി, വിശുദ്ധിയോടുകൂടി അതിനെ സമീപിക്കുമ്പോഴാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിശുദ്ധി നിങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായി, എനിക്കത് ലഭിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലഭിച്ച വലിയ ഒരു അംഗീകാരം.